വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള തിരുവചനങ്ങൾ. അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല. അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. മറ്റൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങുവാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. സമ്പന്നനായ ദൈവം ദരിദ്രനായി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കുവാനെടുത്ത വഴികൾ ഓരോന്നും കാണുമ്പോൾ തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് ദൈനംദിനം അവൻ്റെ കുരിശുമെടുത്തുകൊണ്ട് അവിടുത്തെ അനുഗമിക്കുവാൻ അവിടുന്ന് ക്ഷണിക്കുകയാണ്. ഈ ക്ഷണം സ്വീകരിച്ച ഒരു വ്യക്തിത്വത്തെയാണ് അസീസിയിലെ പുണ്യവാനായ ഫ്രാൻസിസിൽ രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഫ്രാൻസിസിൽ നാം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പേര് ജോവാനി ഡി പിയത്രോ ദി ബെർണദോണെ എന്നായിരുന്നു. 1182-ാം ആണ്ടിൽ പിയത്രോ ദി ബെർണാഡോയുടെയും പീക്കായുടെയും മകനായി അദ്ദേഹം ജനിച്ചു. അപ്പൻ ഒരു പട്ടുവ്യാപാരിയായിരുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് ശേഷം പിതാവിനെ വ്യാപാരങ്ങളിൽ സഹായിക്കുവാൻ ഒരു കൂട്ടാളിയായി മാറുവാൻ അപ്പൻ ആഗ്രഹിച്ചു. അത് സുഖലോലുപതയിലേക്കും മറ്റ് യുവാക്കളുമായി ജീവിച്ചുകൊണ്ട് എല്ലാം ആഘോഷിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറുവാൻ അസീസിക്ക് ഫ്രാൻസിസിന് സാധിക്കുകയാണ്. അസീസി ഗ്രാമത്തിനു വേണ്ടി 1204-ാം ആണ്ടിൽ അദ്ദേഹം ഒരു യോദ്ധാവായി മാറുന്നു. ഫ്രാൻസിസ് വാക്കുകൾ കൊണ്ടെന്നാൽ അധികമായി ജീവിതം കൊണ്ട് നമ്മോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നാം കാണുന്നത്. ഫ്രാൻസിസ് നമ്മോട് പറയുന്ന ഒന്നാമത്തെ കാര്യം, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നാൽ യേശു എന്ന വ്യക്തിയുമായി ഊഷ്മളമായ ബന്ധം ഉണ്ടായിരിക്കുക എന്നതാണ്. വ്യക്തിപരമായ ഒരു ബന്ധം കർത്താവായ യേശുക്രിസ്തുവുമായി സ്ഥാപിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്ത്യാനി ആർജിക്കേണ്ടവൻ അല്ല, അവനായിരിക്കേണ്ടവനാണ്. കർത്താവിൻ്റെ ജീവിതത്തെ മാതൃകയായി കണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു വിളിയാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിളി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ക്രിസ്തുവിനെ അനുകരിച്ച് അവനെ ധരിച്ചുകൊണ്ട് അവനോട് അനുരൂപപ്പെട്ട് ജീവിക്കുക, മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുക. അതാണ് ഓരോ ക്രിസ്ത്യാനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ക്രിസ്തുവിലേക്കുള്ള ഫ്രാൻസിസ് അസീസിയുടെ പ്രയാണം ആരംഭിക്കുന്നത് ക്രൂശിതനായ യേശുവിൻ്റെ സൂക്ഷ്മ ദർശനത്തോടെയാണ്. കുരിശിൽ യേശു മൃതനല്ല,
മറിച്ച് ജീവനുള്ളവനാണ്. മുറിവേറ്റ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും വിലാവിൽ നിന്നും ഒഴുകുന്ന രക്തം ജീവനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കുരിശിൽ കിടക്കുന്ന യേശു തുറന്ന കണ്ണുകൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്നു. മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ സ്നേഹമാണ് കുരിശ് സംസാരിക്കുന്നത്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ഏകജാതൻ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന് അരുളിച്ചെയ്തവൻ സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് നമ്മെ വീണ്ടെടുത്തല്ലോ. മനുഷ്യനെ അവതരിച്ച ദൈവത്തിൻ്റെ സ്നേഹം നാം ഈ കുരിശിൽ കാണുകയാണ്. എത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് ഇരു കൈകളും കാലുകളും ആണികളാൽ തറയ്ക്കപ്പെട്ട് മുൾക്കിരീടം ധരിച്ചുകൊണ്ട് കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട വിലാവ് കാണിച്ചു തന്നുകൊണ്ട് ഇത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അവിടുന്ന് പ്രഘോഷിക്കുകയാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊരിടത്തും മേന്മ ഭാവിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അഭിമാനിക്കുവാൻ എന്തെങ്കിലുമുണ്ട് എങ്കിൽ, മേന്മ ഭാവിക്കുവാൻ എന്തെങ്കിലുമുണ്ട് എങ്കിൽ അത് നമ്മുടെ കഴിവിലോ മിടുക്കിലോ അല്ല, തമ്പുരാൻ്റെ കുരിശിലൂടെയാണ് അത് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നത്. ഫ്രാൻസിസ് നമ്മോട് പറയുന്ന രണ്ടാമത്തെ കാര്യം, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏവനും യഥാർത്ഥ സമാധാനം ലഭിക്കുന്നു. യുദ്ധത്തിനിടയിൽ ലഭിച്ച ദർശനം മൂലം തിരികെ അസീസിയിലെത്തി ക്രമേണ ലൗകികതയോടുള്ള താല്പര്യം കുറയുന്നു, ദരിദ്രരോടുള്ള അനുകമ്പ വർദ്ധിക്കുന്നു. ഒരിക്കൽ പിതാവിൻ്റെ പട്ടുകടയിൽ ഇരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി തന്നെ സമീപിക്കുകയാണ്. മേശയിൽ നിന്ന് കാശെടുത്ത് കുഷ്ഠരോഗിക്ക് കൊടുക്കുന്നത് അവനെ ചുംബിച്ചുകൊണ്ടാണ്. അൾത്താരയിലെ യേശുവിനെ ചുംബിക്കുന്ന ഒരനുഭവം, ഹൃദയത്തിലേക്ക് എഴുന്നള്ളിയ ദിവ്യകാരുണ്യനാഥനുമായുള്ള ഒരു ഒത്തുജീവിക്കൽ, അതാണ് അസീസിലെ ഫ്രാൻസിസ് അവിടെ കാണുന്നത്. കുർബാന സ്വീകരിച്ചതെന്നുപോലെയുള്ള ഒരനുഭവമാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമായ ആ കുഷ്ഠരോഗിക്ക് അയാളെ ചുംബിച്ചുകൊണ്ട് സഹായം നൽകുന്നതിലൂടെ അനുഭവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. ലൗകായികത്വവും ദൈവസ്നേഹവും കലർന്ന ആ ജീവിതത്തിൽ കൂട്ടുകാരോട് ഉല്ലസിച്ചിരുന്ന ഒരു രാത്രിയിൽ ഫ്രാൻസിസിന് ഒരു ദർശനമുണ്ടായി. ഫ്രാൻസിസ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണ്. ആരെ സേവിക്കുകയാണ് ഉത്തമം, യജമാനനെയോ ദാസനെയോ? ഈ ഒരു ദർശനം കണ്ടുകൊണ്ട്, സ്വരം കേട്ടുകൊണ്ട് ഫ്രാൻസിസ് ചിന്തിക്കുകയാണ്. എന്നിട്ട് ചിന്തിച്ച് മറുപടി പറയുകയാണ്, യജമാനനെ തന്നെ സേവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നീ വീട്ടിലേക്ക് മടങ്ങുക, പിന്നീട് എന്തു ചെയ്യണമെന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയിക്കാം. ഉടനെ തൻ്റെ കൂട്ടുകാരെയെല്ലാം വിട്ടിട്ട് ഫ്രാൻസിസ് സ്വന്തം ഭവനത്തിലേക്ക് പോവുകയാണ്. പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ദർശനം കാണുകയാണ്. പീറ്റർ ഡാമിയൻ്റെ ദേവാലയം അത് കേടുവന്ന് കിടക്കുകയാണ്. അതിനെ ഞാൻ താങ്ങി നിർത്തിയിരിക്കുന്നു. യേശു തമ്പുരാൻ ഫ്രാൻസിസിനോട് പറയുകയാണ്. വീട്ടിൽ നിന്ന് പണമെടുത്ത് ഫ്രാൻസിസ് ആ ദേവാലയം പുതുക്കി പണിയുന്നു. ഫ്രാൻസിസിൻ്റെ പിതാവ് ഇതിൽ സന്തുഷ്ടനല്ല. ഇങ്ങനെ വീട്ടിൽ നിന്നും പണമെടുത്തു കൊണ്ടുപോയി അവിടെയും ഇവിടെയൊക്കെ ചെലവഴിക്കുന്ന ഒരു സ്വഭാവം ശരിയല്ല എന്നുള്ള ഒരു എതിർപ്പായിരുന്നു അപ്പന്.
ദേവാലയം നിർമ്മിക്കുവാൻ പണമെടുത്തുകൊണ്ട് പോയതിനാൽ അവിടുത്തെ മെത്രാനോട് ഈ കാര്യം അപ്പൻ പോയി പറയുകയാണ്. തൻ്റെ വില കൂടിയ വസ്തുക്കൾ എല്ലാം അഴിച്ചുവെച്ച് അപ്പനെ ഏൽപ്പിച്ചിട്ട് ഒരു രോമവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് തനിക്കുള്ള ഓഹരി പിതാവ് യഥേഷ്ടം പോലെ ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വഴിയിലേക്ക് ഇറങ്ങുന്ന ഒരു അസീസിയെ നാം കാണുകയാണ്. തുടർന്ന് ഫ്രാൻസിസ് പറയുന്നു, ഇനിമേൽ ദൈവം മാത്രമേ എനിക്ക് പിതാവായിട്ടുള്ളൂ. എനിക്കിപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയും. എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ എന്നതായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതം. അസീസിയിലെ പുണ്യവാനായ ഫ്രാൻസിസ് യേശുക്രിസ്തുവിനെ അനുകരിക്കുവാൻ വേണ്ടി, മറ്റൊരു ക്രിസ്തുവായി മാറുവാൻ വേണ്ടി നടത്തിയ പരിശ്രമമൊക്കെ ഏറെ ശ്ലാഘനീയമായി കാണപ്പെട്ടു എന്നുള്ളത് നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. രണ്ടാം ക്രിസ്തുവെന്ന് അദ്ദേഹത്തെ വിളിക്കുവാനുള്ള കാരണം എന്താണ്? ഒന്നിനും ഒരു കുറവില്ലാത്ത പരമപിതാവിനോടുകൂടി ആയിരുന്നവൻ മനുഷ്യകൊല്ല രക്ഷാർത്ഥം ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ജനിക്കാൻ പോലും സ്ഥലമില്ല. കാലിത്തൊഴുത്തിൽ ജനിക്കുന്നു. അത്യാവശ്യമുള്ള സൗകര്യമില്ല. പുൽമെത്തയിൽ കീറത്തുണിയിൽ വന്ന് ജനിക്കുന്ന ഒരു ദിവ്യ ശിശു. ഈ ശിശുവാണ് ദൈവപുത്രനെന്ന് എങ്ങനെ നമുക്കറിയാം? മാലാഖമാർ മനസ്സിലാക്കി, രാജാക്കന്മാർ മനസ്സിലാക്കി, ഈ രാജാതിരാജനെ സന്ദർശിച്ച് അവരുടെ ആദരവുകളൊക്കെ പ്രകടിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു. പാവങ്ങളോടുള്ള ആ ഒരു പ്രതിബദ്ധത അസീസി കാത്തു സൂക്ഷിക്കുകയാണ്. ദരിദ്രനായി തീർന്ന ക്രിസ്തുവിനെ അദ്ദേഹം അനുകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആ ജീവിതത്തെ ധരിക്കുകയാണ് എന്ന് 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാവങ്ങളോടുള്ള സ്നേഹവും ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യത്തെ അനുകരിക്കലും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ അത് ഉടനീളം ഒന്നിപ്പിച്ചിരുന്നു. ദൈവസ്നേഹവും പാവപ്പെട്ടവരോടുള്ള സ്നേഹവും. കുമാരി ദാരിദ്ര്യവും ഫ്രാൻസിസുമായി നടത്തിയ വിവാഹം പ്രസിദ്ധമാണല്ലോ. എന്നെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന പ്രാർത്ഥന, സൂര്യകീർത്തനം മുതലായവ അനേകരെ സ്പർശിച്ചവയാണ്. സൂര്യചന്ദ്ര നക്ഷത്രാദികളും സസ്യലലാദികളുമെല്ലാം ഫ്രാൻസിസിന് സഹോദരങ്ങളാണ്. എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പൂർത്തീകരണമായ ഫ്രാൻസിസ് നഗ്നനായി തറയിൽ കിടന്ന് മരിക്കുകയാണ് ചെയ്തത്. മരിക്കുന്നതിന് 2 വർഷം മുമ്പ് ക്രിസ്തു തൻ്റെ പഞ്ചക്ഷതങ്ങൾ കൈകളിലും കാലുകളിലും വിലാവിലുമുണ്ടായ ആ മുറിവ് അസീസിയിലെ ഫ്രാൻസിസിന് നൽകി എന്ന് കാണുമ്പോൾ അസീസിയെപ്പോലെയുള്ള 10 ആളുകളെ ലഭിച്ചാൽ റഷ്യയെ ഞാൻ ഒരു വലിയ മാനസാന്തരമുള്ള രാജ്യമാക്കി മാറ്റുമെന്ന് ലെനിൻ പറയുകയുണ്ടായി. അപ്പോൾ അതായിരുന്നു ചെറുപ്പത്തിൻ്റെ ആ ഒരു ചൈതന്യം, ധീരത, നിസ്സാരനായി മാറുവാനുള്ള മനോഭാവം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുവാൻ തയ്യാറായ ഒരു ജീവിതം, ദൈവരാജ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു വ്യക്തിയായി മാറിയതിലുള്ള സായുജ്യതയാണ് അസീസിയിലെ പുണ്യവാനായ ഫ്രാൻസിസിൽ നാം കാണുന്നത്. ദൈവരാജ്യത്തിൻ്റെ ആഭിമുഖ്യങ്ങളും താല്പര്യങ്ങളുമായിരുന്നു ഫ്രാൻസിസിൻ്റേത്. ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഫ്രാൻസിസിൻ്റെ പ്രതിബദ്ധത കാരണം ഫ്രാൻസിസിനെ 2-ാം ക്രിസ്തുവെന്ന് വിളിക്കപ്പെട്ടു. ഫ്രാൻസിസ് കാണിച്ചെന്ന ആത്മീയ ശൈലി കാലഘട്ടം ഇന്നും നമ്മിൽ നിന്നും ആവശ്യപ്പെടുകയാണ്. ഫ്രാൻസിസ് ദാരിദ്ര്യത്തെ ഉപാസിച്ച ഒരു സന്യാസിയാണ്. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം
ഈ വ്രതത്രയങ്ങളാണല്ലോ സന്യാസിമാർക്കുള്ളത്. ദാരിദ്ര്യത്തെ അന്വേഷിച്ച് അതിനെ സ്വീകരിച്ച ഒരു വ്യക്തി, ദരിദ്രരിൽ ക്രിസ്തുവിനെ കണ്ട ഒരു വ്യക്തി, പ്രപഞ്ചത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച ഒരു വ്യക്തിയായി അദ്ദേഹം മാറുകയാണ്. നാഥ, നിൻ ശാന്തിയെ ഈ ലോകം ദർശിക്കുവാൻ എൻ്റെ കൊച്ചു ജീവിതം കാരണമായി തീരട്ടെ എന്ന് ഫ്രാൻസിസ് പ്രാർത്ഥിച്ചുവെങ്കിൽ ഇന്ന് ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ, അധരങ്ങളിൽ, പ്രവർത്തികളിൽ മുഴങ്ങിക്കേൾക്കണം. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് നേരിടുന്ന യുദ്ധഭീഷണികളും തേജോവധം ചെയ്യുവാനുള്ള പരിശ്രമങ്ങളും ക്രൂരമായ രീതിയിൽ മനുഷ്യനെ കൊല്ലൊടുക്കുന്ന സംസ്കാരങ്ങളും മനുഷ്യൻ്റെ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും നാഥ, നിൻ ശാന്തിയെ ഈ ലോകം ദർശിക്കുവാൻ എൻ്റെ കൊച്ചു ജീവിതം കാരണമാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വിദ്വേഷമുള്ളിടത്ത് സ്നേഹം. വിദ്വേഷത്തിലൂടെ ഒന്നും നേടിയെടുക്കാനാവില്ല. സ്നേഹത്തിലൂടെ അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയും. ചതിയും വഞ്ചനയും വെറുപ്പും വിദ്വേഷവും ഒന്നും നമ്മെ വളർത്തുകയില്ല, അതെല്ലാം തളർത്തുകയാണ് ചെയ്യുന്നത്. ദ്രോഹിക്കുന്നിടത്ത് ക്ഷമയും. തന്നെ ക്രൂശിച്ചവരോട് നിരുപാധികമായി ക്ഷമിച്ചുകൊണ്ട് ശത്രുസ്നേഹത്തിൻ്റെ മാഹാത്മ്യം കാണിച്ചു തന്ന യേശുക്രിസ്തുവിനെ പോലെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. നിരാശയുള്ളിടത്ത് പ്രത്യാശ. നിരാശയാണ് എല്ലാ തിന്മയുടെയും ഉറവിടം. നിരാശയിൽ പ്രത്യാശ കാത്തു സൂക്ഷിക്കേണ്ടവനാണ് ഒരു ക്രൈസ്തവൻ എന്ന് കാലം ചെയ്ത പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം നിരാശയുള്ളിടത്തെല്ലാം പ്രത്യാശ നൽകുവാൻ കഴിയുന്നതായിരിക്കണം. അന്ധകാരമുള്ളിടത്ത് പ്രകാശം. അന്ധകാരത്തിൽ ജീവിച്ച ജനത ഒരു പ്രകാശം കണ്ടു. പ്രകാശത്തെ കണ്ട ദിക്കിനെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. രാജാതിരാജനെ കണ്ടെത്തുന്നു, ദിവ്യശിശുവിനെ കണ്ടെത്തുന്നു. അതാണ് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മിലുള്ള പാപത്തിൻ്റെ അന്ധകാരത്തെ, പൈശാചിക സ്വഭാവങ്ങളെയൊക്കെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് തമ്പുരാൻ്റെ പ്രകാശത്തിൽ പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ്. സന്താപമുള്ളിടത്ത് സന്തോഷം ഞാൻ വിതയ്ക്കട്ടെ. ദുഃഖം പങ്കുവയ്ക്കുമ്പോൾ അത് കുറയുന്നു, സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ അത് വർദ്ധിക്കുന്നു. മറ്റുള്ളവരുടെ ദുഃഖവും ദുരിതവും മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമുക്ക് സന്തോഷം നൽകുവാൻ കഴിയണം എന്നുള്ളതാണ്. വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, നാഥ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും. എല്ലാവരും ആഗ്രഹിക്കുന്നത് ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്, എല്ലാവരും സ്നേഹിക്കപ്പെടണമെന്നുള്ളതാണ്. എന്നാൽ ഇവിടെ എന്നെ ആശ്വസിപ്പിക്കുവാൻ ആളുകൾ വരുന്നതിനേക്കാൾ ഞാൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ പെരുമാറുക, അങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്തു നിന്നെടുത്ത് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതി കുഞ്ഞുങ്ങളിലും പ്രായമായവരിലും നേതൃത്വ നിലയിലും ഒക്കെ കണ്ടുവരുന്ന ഈ പശ്ചാത്തലത്തിൽ പണത്തിലും പ്രതാപത്തിലുമൊക്കെയാണ് അംഗീകാരം കൊടുക്കുന്നത് എന്ന് കണ്ടുവരുന്ന സമൂഹത്തിൽ മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എനിക്കിടയാകട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാൻ്റെ സ്നേഹം നമുക്ക് ചൊരിഞ്ഞു തന്നു. ആ സ്നേഹം നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായ ഒരു ജീവിതമാകും. കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഗീവ് ടിൽ ഇറ്റ് ഹേർട്സ് യു. കൊടുക്കുന്നതിൻ്റെ കുറവ് അനുഭവപ്പെടുമ്പോൾ ആ കുറവിലൂടെയുള്ള നിറവ്, മറ്റൊരാളെ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തി, അതൊക്കെയാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. അങ്ങനെ കൊടുക്കുന്നതിലുള്ള സന്തോഷം, സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്ന വ്യക്തികളായി നാം മാറണം. തൻ്റെ ഏകജാതനെ കൊടുത്തുകൊണ്ട് ആ ഏകജാതൻ സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് നമ്മെ വീണ്ടെടുത്തുവെങ്കിൽ അതാണ് കൊടുക്കുമ്പോഴാണ് ലഭിക്കുന്നത്. എത്രത്തോളം നാം മറ്റുള്ളവർ കൊടുക്കുന്നുവോ, അവരുടെ ആവശ്യങ്ങളറിഞ്ഞ് പ്രവർത്തിക്കുന്നുവോ, അതനുസരിച്ച് ദൈവികമായ സഹായം ദൈവം നമ്പുരാൻ
തൻ്റെ മക്കൾക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ സംരഭ്യമാക്കി കൊടുക്കുന്നു. ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. ഈ ഭൂമി എത്രത്തോളം ക്ഷമിക്കുന്നു, എല്ലാത്തെയും ഉൾക്കൊള്ളുന്നു, ആരെയും അവഗണിക്കുന്നില്ല, എല്ലാവരെയും പരിഗണിക്കുന്നു. സഭാമാതാവ് അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ഭവനം, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം അങ്ങനെയുള്ള ഒന്നാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം. മരിക്കുമ്പോഴാണ് ഞാൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിത്യജീവനാണ് അവൻ്റെ ആത്യന്തിക ലക്ഷ്യം. അത് മരിക്കുമ്പോഴാണ്. പാപത്തിന് മരിച്ച് പുണ്യത്തിന് പുനരുത്ഥാനം ചെയ്ത്, സ്വാർത്ഥതയ്ക്ക് മരിച്ച് അഹങ്കാരത്തിന് പുനരുത്ഥാനം ചെയ്ത് നാം ഓരോരുത്തരും മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായ ഒരു ജീവിതമാകുന്നത്. ക്രിസ്തു ആവശ്യപ്പെടുന്ന ഈ ത്യാഗോജ്വലമായ നമ്മുടെ ശിഷ്യത്വം, എവിടെ പോയാലും നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞ ആ യുവാവ് എന്ത് കണ്ടുകൊണ്ടാണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാകാം. അങ്ങനെയുള്ള ശക്തിയിൽ പ്രവർത്തിക്കുന്ന യേശുവിനോട് കൂടെ പോകുമ്പോൾ തനിക്കൊരു വലിയ ക്രെഡിറ്റ് ലഭിക്കുമെന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയാകാം. എന്നാൽ അതല്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശക്കൂടുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല എന്നുള്ള സൂചന കൊടുക്കുകയാണ്. അങ്ങനെ ഒരു രീതിയിൽ അനുധാപനം ചെയ്യുവാൻ വരുന്നവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ടാണ് വരേണ്ടത്. രണ്ടാമതായിട്ട് ഒരുത്തനെ യേശു വിളിക്കുകയാണ്, നീ എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, ഞാൻ പോയി എൻ്റെ അപ്പനെ സംസ്കരിച്ചിട്ട് വരാം. അപ്പൻ മരിച്ചു കിടക്കുകയാണെന്ന് ആരും കരുതരുത്. പലപ്പോഴും ആരാണ് മരിക്കുന്നത്, ആദ്യം അപ്പനോ മകനോ മകളോ നമുക്കാർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് ഞാൻ അപ്പനെ സംസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ അപ്പൻ്റെ കാലശേഷം ഞാൻ വരാം. ഒരു വല്യപ്പൻ പറയുകയുണ്ടായി, എൻ്റെ കൊച്ചുമോൻ്റെ കാലശേഷം എന്നെ ആര് നോക്കുമെന്ന്. ഇതേ മനോഭാവമാണ് നമുക്കൊക്കെ ഉള്ളത്. എല്ലാം ശരിയാക്കിയിട്ട് വരാം എന്ന് പറയുമ്പോൾ ഒന്നും ശരിയാക്കാൻ നമുക്ക് സമയമില്ല, നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള സത്യം കൂടി നാം മനസ്സിലാക്കണം. മൂന്നാമതായിട്ടൊരുവൻ വന്ന് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ഞാൻ വീട്ടിൽ പോയി എല്ലാവരോടും സ്വസ്തി പറഞ്ഞിട്ട് വരുവാൻ എന്നെ അനുവദിക്കണം. എന്താണ് യേശു തമ്പുരാൻ കൊടുക്കുന്ന മറുപടി? കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. കലപ്പയിൽ കൈവച്ചുകൊണ്ട് മുമ്പോട്ട് നോക്കി പോകാൻ നിലമുഴുതുവാനുള്ളവരാണ് നമ്മൾ. എന്നാൽ അവിടെ നിലമുഴുതുമ്പോൾ നാം ശ്രദ്ധ ആ വയലിൽ കേന്ദ്രീകരിക്കാതെ, കന്നുകാലികൾ കേന്ദ്രീകരിക്കാതെ നിലമുഴുതുകൊണ്ടിരിക്കുമ്പോൾ അശ്രദ്ധരായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ആ ഉഴുകുന്ന കലപ്പയുടെ കൊഴു കാളയുടെ കാലിൽ കൊള്ളുകയും കാള ആ വ്യക്തിയെയും അരിച്ചുകൊണ്ട് വേദന കൊണ്ട് മറുകണ്ണം ചാടിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, തമ്പുരാനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ പരിപൂർണമായി മറ്റെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തമ്പുരാനെ സമ്പത്തായി കണ്ടുകൊണ്ട് അവിടുത്തെ അനുഗമിക്കുന്നില്ല എങ്കിൽ അവർക്ക് ശാശ്വതമായ ഒരു നിലനിൽപ്പില്ല എന്നുള്ളത്. ഓസ്ട്രേലിയൻ ജനത അവരുടെ കോട്ട് ഓഫ് ആംസായിട്ട്, അതായത് അവരുടെ കുലചിഹ്നമായിട്ട് എടുത്തിരിക്കുന്നത് യമു എന്ന പക്ഷിയും കങ്കാരു എന്ന മൃഗത്തെയുമാണ്. അതാണ് അവരുടെ കുലത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് എടുത്തിരിക്കുന്നത്. യമു എന്ന പക്ഷിക്ക് പറക്കാനാവില്ല, അതിന് പിറകോട്ട് സഞ്ചരിക്കാനാവില്ല. കങ്കാരുവിന് നീളമുള്ള വാലാണ്, പിന്നിലേക്ക് നടക്കാനാവില്ല, മുമ്പോട്ട് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും നാം മുമ്പോട്ട് വേണം യാത്ര ചെയ്യുവാൻ. അവങ്കലേക്ക് നോക്കി പ്രകാശിതരാകുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രകാശം ഏറ്റുവാങ്ങി ജീവിക്കുവാൻ കഴിഞ്ഞ അസീസിയിലെ പുണ്യവാനായ ഫ്രാൻസിസ് മണ്ണിനെയും മരങ്ങളെയും പറവകളെയും മൃഗങ്ങളെയും മനുഷ്യരെ സ്നേഹിക്കുവാൻ നമ്മെ പഠിപ്പിച്ച ആ പുണ്യവാനായ ഫ്രാൻസിസിൻ്റെ ജീവിതം നമുക്കേറെ അനുകരണീയമാണെന്ന് ഇന്ന് ആഗോള കത്തോലിക്ക സഭയ്ക്ക് നേതൃത്വം നൽകുന്ന
ഫ്രാൻസിസ് മാർപ്പാപ്പായും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിരുകളിലേക്ക്, വേലിയറമ്പുകളിലേക്ക് ചെന്ന് സകല ജനത്തോടും ദൈവം അവരെ സ്നേഹിക്കുന്നുവെന്നുള്ള സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ അസീസിയിലെ പുണ്യവാനായ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.